ഹലോ ഡിയേഴ്സ്. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജസ്റ്റ് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസിനെ പറ്റിയാണ്. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് ആഫ്റ്റർ ഡെലിവറി വുമൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദി വുമൻ അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു 2-3-4 മന്ത്സിനുള്ളിൽ അത് കൺട്രോൾ ആവുകയും ചെയ്യാറുണ്ട്. സോ അങ്ങനെ കൺട്രോൾ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അന്നേരം ഡോക്ടേഴ്സ് നമ്മളോട് ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും പറയും. ആ ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ട് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ എനിത്തിങ് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് പറയും ഇന്ന മെഡിസിൻ കഴിക്കണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് ഭയങ്കര കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അയൺ ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും എനിക്കുണ്ടായിരുന്നു. ആൻഡ് അത് കൂടാതെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. പിന്നെ വൈറ്റമിൻ B12 ഞാൻ ഈ 4 ടെസ്റ്റ് ഞാൻ സ്വയം ചെയ്തിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അന്നേരം ഡോക്ടർ ഒരു ടെസ്റ്റോട് എന്നോട് അഡ്വൈസ് ചെയ്തു, ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് അപ്പോൾ എനിക്ക് അയൺ നല്ല ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് അയൺ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അയൺ ടാബ്ലറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ അത് കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഡോക്ടർ പറയുന്നത് ഡെയിലി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക്ലി 2 ടൈം അല്ലെ 3 ടൈംസ് ഈ അയൺ ടാബ്ലറ്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഹെയർ ലോസിനൊക്കെ ഒരു ഇതുണ്ടാവും, കുറച്ചൊന്ന് കുറയാനായിട്ട് സഹായിക്കും ഹെയർ ലോസൊക്കെ. അപ്പം ഞാൻ അയൺ ടാബ്ലറ്റ്സ് വീണ്ടും റീകണ്ടിന്യൂ ചെയ്ത സമയത്ത് എൻ്റെ ഹെയർ ലോസ് നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഹെയർ നോർമലി ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസുമായിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അത് നോർമലാണ്. ഇൻ കേസ് ഇത് ഭയങ്കര കൂടുതലാണ്, ഹെവിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം അവർ ടാബ്ലറ്റ്സ് തരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുക. അന്നേരം ഹെയർ ലോസ് കൺട്രോൾ ആവും. അല്ലാതെ ഒരു സെൽഫ് ട്രീറ്റ്മെൻറ്റിന് ഒരിക്കലും മുതിരാൻ നിൽക്കരുത്. ഓക്കെ, ബൈ.